നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കർഷകന് കൃഷിയിടത്തിൽ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ആശ്രയ സേവന കേന്ദ്രങ്ങളിലൂടെ സാധിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. സമയബന്ധിതമായി ആനുകൂല്യങ്ങളും സേവനങ്ങളും കർഷകർക്ക് ലഭ്യമാക്കാൻ ഈ സെന്റർ സഹായമാകും. കേരള കാർഷിക ഹബ്, കതിർ ആപ്പ്, അഗ്രിസ്റ്റാക്ക്, ഈനാം, എയിംസ് തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ മുഖേനയുള്ള സേവനങ്ങളും ആശ്രയ കേന്ദ്രത്തിലൂടെ കർഷകർക്ക് ലഭ്യമാകും. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം 100 ദിന പരിപാടിയുടെ ഭാഗമായി കർഷകന് വിരൽത്തുമ്പിൽ ഡിജിറ്റൽ കാർഷിക സേവനങ്ങൾ എത്തിക്കുന്നതിനായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും ആദ്യഘട്ടമായി ഓരോ കേന്ദ്രങ്ങൾ വീതം പ്രവർത്തനം ആരംഭിക്കും. ഈ വർഷത്തിൽ റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡ് ചെയ്യുകയോ മരുന്നുതളി നടത്തുകയോ ചെയ്തതിനും പരമ്പരാഗത റബ്ബർ കാർഷിക മേഖലയിൽ ആവർത്തന കൃഷിയോ പുതുകൃഷിയോ നടത്തിയതിനും റബ്ബർ ബോർഡിൽ നിന്നുള്ള ധനസഹായത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 17 നീട്ടി. റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് സ്പ്രേയർ, ഡസ്റ്റർ വാങ്ങിയതിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ 28 നീട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളിലോ ഫീൽഡ് സ്റ്റേഷനുകളിലോ ആയി ബന്ധപ്പെടുകയോ www.rubberboard.gov.in റബ്ബർ ബോർഡ് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.